ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആവശ്യപ്രകാരം നമ്മളിപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകാം. റെഡിയാണല്ലോ? ചിക്കൻ ബിരിയാണി ഉണ്ട്, പായസാക്കി, പിന്നെ ചപ്പാത്തിയോ? അതൊന്നും വേണ്ട, ചപ്പാത്തിയൊക്കെ പഠിച്ചോളൂ. നമുക്ക് ചിക്കൻ ബിരിയാണി മതി, എനിക്കിഷ്ടം. അല്ലെ മന്തി ഉണ്ടാക്കാം, മന്തി ഉണ്ടാക്കി എനിക്ക് അറിയത്തില്ല. ചിക്കൻ ബിരിയാണി സാങ്കല്പികമല്ലേ, സ്വപ്നത്തിൽ എന്തോ ഉണ്ടാക്കാമല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ലോ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണിക്ക് എന്തൊക്കെ ഐറ്റംസ് വേണം വേഗം പറ. ചിക്കൻ വേണം, അല്ലാതെ തന്നെ മട്ടൻ കൊണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. പിന്നെ അരി വേണം. എന്തരി വേണം? കുത്തരി, ചാക്കരി? പറ്റില്ല, ബസുമതി അരി, ചെറിയ അരി. പിന്നെ സവാള വേണം, മസാല വേണം, മുളക്, തക്കാളി, വെളുത്തുള്ളി, വിനാഗിരി, പട്ട, ഗ്രാമ്പു. പിന്നെ ഓയിൽ വേണം, വെളിച്ചെണ്ണ വേണം, ഡാൽഡ വേണം, നാരങ്ങ അവസാനം ഡെക്കറേറ്റ് ചെയ്യേണ്ട. പിന്നെ തൈര്. പറഞ്ഞ സാധനം എല്ലാം ഞാനിവിടെ എത്തിച്ചിട്ടുണ്ട്. ഒരേ ഷോപ്പിൽ നിന്നാണ് ചിക്കൻ, ഒരേ കൈൻഡ് ഓഫ് ചിക്കൻ, കുടുംബത്തിൽ പറഞ്ഞ സഹോദരങ്ങളായിട്ടുള്ള ചിക്കൻസ്. ഓക്കെ, ഒരേ കൈൻഡ് ഓഫ് എണ്ണ, ഓയിൽ, പാത്രം തുടങ്ങി നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ ഐറ്റംസും ഒരേ കടയിലാണ് മേടിച്ചിരിക്കുന്നത്. അതായത് ഒരേ ക്വാളിറ്റിയിലാണ്, ഒരേ ക്വാണ്ടിറ്റിയിലാണ്. ഓക്കെ ആണല്ലോ? മുമ്പ് ഇരിപ്പുണ്ട്. വേഗം പാചകം ആരംഭിച്ചു. 30 സെക്കൻഡ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കണം. സാങ്കല്പികമായിട്ട് കാണിച്ചാൽ മതി. തുടങ്ങിക്കോ. ചിക്കൻ എടുക്കൂ, വെട്ടു, കോഴിയെ കൊല്ലൂ. സ്മെല്ല് വന്നോ നോക്കിയേ. മതി. ദമ്മ വെച്ച് പതിയെ വാങ്ങി വെച്ച് വാങ്ങി. ആ കൊച്ചിനെ മടിയിലോട്ട് കൊണ്ട് വെക്ക് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ കൊച്ചു പാചകം ചെയ്ത നമ്മുടെ ടീച്ചർ. ആദ്യം കോഴി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. നിനക്ക് വേണമെങ്കിൽ നീ വേഗം, എനിക്ക് അത്യാവശ്യമാണ്, ആ പുള്ളിക്ക് വേണ്ടിയിട്ടാണ്. ബിരിയാണി റെഡിയാണല്ലോ? ഞാനൊരു ടേസ്റ്റ് ചെയ്യാൻ വരുവാണേ, നമുക്ക് ടേസ്റ്റ് നോക്കാം. ഓക്കെ, ചോദ്യം ഇതാണ്. ഞാൻ ഒറ്റയ്ക്ക് വന്ന് ടേസ്റ്റ് ചെയ്തില്ല, ഞാൻ നിങ്ങളുടെ ദിവ്യ മിസ്സിനെയും പ്രിൻസിപ്പളിനെയൊക്കെ വിളിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ജീവനിൽ കൊതിയുണ്ട്. എനിക്ക് കുറച്ച് നാളിൽ ജീവിച്ചിരിക്കുന്ന ആഗ്രഹമുണ്ട്. ഇവിടെ മുതൽ ടേസ്റ്റ് ചെയ്ത് അവിടെ വരുന്നു. നിങ്ങൾ ഇത്രയും പേരുടെ ബിരിയാണി ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ ബിരിയാണിക്കും ഒരേ ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അതെന്താ? ഉറപ്പാണോ? നിങ്ങൾ ചിലവർ ഇപ്പോൾ ഈ മോളൊക്കെ നല്ലോണം കഷ്ടപ്പെട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുന്ന് ബിരിയാണി എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അരേ വാ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേസമയം നമ്മുടെ ടീച്ചറിൻ്റെ ബിരിയാണി എടുത്ത് വായിലിട്ട് നോക്കുമ്പോൾ അരേ വാ, കാരണം ആ കോഴി അറിഞ്ഞിട്ടില്ല അത് വേകുന്നുണ്ടെന്നുള്ളതില്ല. എന്തുകൊണ്ട് ഡിഫറെൻറ്റ് ടേസ്റ്റ്? ഞാൻ ഒരേ ക്വാണ്ടിറ്റിയിലാണ് ചിക്കൻ തന്നത്, ഒരേ ക്വാണ്ടിറ്റിയിലാണ് നിങ്ങൾ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസ് തന്നത്, വെള്ളം വരെ തന്നത്, ഒരേ കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഒരേ ക്വാളിറ്റി വരുന്നു. ദെൻ ടേസ്റ്റ് വന്നപ്പോൾ, അതിൻ്റെ ഔട്ട്കം വന്നപ്പോൾ ഡിഫറെൻറ്റ് ടേസ്റ്റ് വരാൻ കാരണം എന്താ? ഉണ്ടാക്കിയ ആളുടെ മൈൻഡ് സെറ്റ് വേറെ ആയിരുന്നു. അതിന് വേറെ നല്ല വാക്ക് പറയും നമ്മുടെ നാട്ടിൽ. എക്സാക്ട്ലി, കൈപ്പുണ്യം. ആ കൈപ്പുണ്യത്തിനനുസരിച്ചാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. ആമേ കറക്റ്റ്? ഈ കൈപ്പുണ്യമാണ് നിങ്ങളുടെ പാചകത്തിലെ യുണീക്നെസ്. ആ യുണീക്നെസ്സിനനുസരിച്ചായിരിക്കും ഔട്ട്കം എപ്പോഴും വരത്തുള്ളൂ. ഏതൊരു കാര്യവും നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടേതായ ഒരു കൈപ്പുണ്യം, ഒരു ക്രിയേറ്റിവിറ്റി അതിനകത്ത് ചേരും. ആ ചേരുമ്പോൾ ഔട്ട്കമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ഈ നാട്ടിൽ ഏത് തരത്തിൽ ഉപകാരപ്രദമാക്കാമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കിവിടെ ഒരു സ്പേസ് ഉണ്ടാകും. നമുക്കിവിടെ ഡിഫറെൻ്റ് ആയിട്ടൊരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചെയ്യേണ്ടത് അൺലീഷ് യുവർ യുണീക്നെസ്. നിങ്ങൾ ബാങ്കിലോട്ട് കയറാനും UPSC എഴുതി കയറാനും ജോലിക്ക് കയറാനും നോക്കുമ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാകാനുള്ള സ്കില്ലേ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഈ ലോകത്തേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള യുണീക്നെസ്സിനെ എക്സ്പ്ലോർ ചെയ്യാൻ ആരംഭിക്കുക. അവിടെയാണ് നിങ്ങൾക്ക് ഇവിടെ സ്പേസ് ഉള്ളത്. ഒരാൾക്ക് പകരം വരുമ്പോൾ ആ വ്യക്തിക്ക് വെച്ചിരിക്കുന്ന സാലറി നിങ്ങൾക്കുള്ളൂ. ഒറ്റയാനായിട്ടാണ് വരുന്നെങ്കിൽ, പുതിയ സംഭവമായിട്ടാണ് വരുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന സാലറി ആയിരിക്കും ഈ സമൂഹം ഒരുക്കി വെക്കുന്നത്. എക്സ്പ്ലോർ യുവർ യുണീക്നെസ്.